PCOD അല്ലെങ്കിൽ PCOS കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു വെക്കുക. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷീണം തോന്നുന്നുണ്ടോ? എപ്പോഴും നമുക്കിങ്ങനെ ഒരു ഉറക്കം തൂങ്ങലാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒന്നിലങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നും അല്ലേ? ഇത് എന്തുകൊണ്ടാണ് PCODയിൽ ഇത്രയും ക്ഷീണം അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. PCOD അല്ലെങ്കിൽ PCOS ഉണ്ടാകുമ്പോൾ അതിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. PCOS ഉള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴും നമുക്ക് ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സ്ലീപ്പ് സൈക്കിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും PCOS വരുമ്പോൾ. അപ്പോൾ ഈ കാരണം നമുക്ക് ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ സൈക്കോളജിക്കൽ സ്ട്രെസ്സാണ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡീനെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അത് നമുക്ക് ക്ഷീണമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം PCOS അല്ലെങ്കിൽ PCOD ഉള്ള ആളുകളാണെങ്കിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഫലപ്രദമാണ്. ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.